ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അഭിനവ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ആണ്. പക്ഷേ നമ്മൾ അതിൽ തന്നെ ഏകദേശം ഒരു മോഡ് ഇട്ടിട്ടുണ്ട്. മോഡല്ല, ഇതിൽ തന്നെ ഉള്ളതാണ്. നമ്മളത് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിനുണ്ട്. അപ്പം ഗൈസ്, ഞാൻ വളരെ സോറി പറയുന്നു. കാരണം എനിക്ക് PC കളിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ലാഗ് ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഫോണിൽ കളിക്കാം. ഞാൻ പിന്നെ ഒരു PC ഒക്കെ സെറ്റാക്കുമ്പോൾ നമുക്ക് PC വീഡിയോ ഇടാം. അപ്പം നമുക്ക് നമ്മുടെ ഇതങ്ങ് തുടങ്ങാം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ അങ്ങ് തുടങ്ങാം. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിലും കുറച്ച് ലാഗൊക്കെ കാണും, കാരണം എൻ്റെ ഒരു നല്ല ഫോണൊന്നും അല്ല. അപ്പം ഇച്ചിരി ഇങ്ങനെ ലാഗൊക്കെ കാണും. ഞാൻ നേരത്തെ വേൾഡ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചേ ഉള്ളൂ. ലോഡിങ് ആവുന്നു. ലോഡിങ് ചിലപ്പം കുറേ നേരം എടുക്കും. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഡബ് ചെയ്യുകയാണ്. അപ്പം എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ലാഗൊക്കെ കാണും. അപ്പോൾ അതാ ഇച്ചിരി ലാഗൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇച്ചിരി ക്ഷമിക്കണം. അപ്പോൾ നമ്മളവിടെ വെയിലോട് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല മൈൻക്രാഫ്റ്റ് ടെക്സ്ചറാണ്. അപ്പോൾ നമുക്കിനിയും അങ്ങോട്ട് നടന്ന്, അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ വേണ്ടത് വുഡാണല്ലോ. അപ്പോൾ നമുക്ക് വുഡ് കട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് വുഡ് തന്നെ കട്ട് ചെയ്ത് അങ്ങ് തുടങ്ങാം. കാരണം മൈൻക്രാഫ്റ്റ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് വുഡാണല്ലോ. അപ്പം വുഡിൽ തന്നെ നമുക്ക് തുടങ്ങാം. കണ്ടേഷൻ ഞാൻ പറഞ്ഞ ചില ലാഗൊക്കെ കാണുന്നത് ഇതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ബഗ്ഗും ഗ്ലിച്ചൊക്കെ കാണും. കാരണം ഇപ്പം ഇതിൻ്റെ ആയിരിക്കും, ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആയിരിക്കും. നമുക്ക് വേറെ മരം കൂടെ അങ്ങ് മുറിക്കാം. നമുക്ക് മരത്തിന് അങ്ങ് ഇച്ചിരി കുറച്ച് മരം അങ്ങ് വെച്ചേക്കാം, പ്രശ്നമില്ല. നമുക്ക് മുറിക്കാം. ഇനി നമുക്ക് നമ്മുടെ റോക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കി തുടങ്ങാം. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കുവാണ്. സ്റ്റിക്ക് ഉണ്ടാക്കി എന്നിട്ട് ഇനി നമുക്ക് ഞാൻ വുഡിൻ്റെ പിക്കാക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം നമുക്ക് പിക്കാക്സ് എടുത്തിട്ട് നേരെ ഒന്ന് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് സ്റ്റോണിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം. കേസ് ഞാൻ ഇപ്പോൾ ഓർത്ത് നമുക്കൊരു ആക്സും കൂടെ വേണം. കാരണം ചിലപ്പം ഈ വുഡ് ടൈപ്പ് എന്തെങ്കിലുമൊക്കെ മുറിക്കേണ്ടി വന്ന ഇതേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് അതൊന്നും തന്നെ ഷീപ്പിനെ കൊല്ലാം. ചാടി അടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. കുഴപ്പമില്ല, നമുക്ക് ഇത് നടക്കാം. കേസ് നമുക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഒരു കേവൊക്കെ കിട്ടി. നമുക്കപ്പം ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഗൈസ്, വേണ്ട നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള സാധനം കോപ്പർ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റോൺ അങ്ങ് മൈൻ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റോണാണ്. അച്ചീവ്മെൻ്റൊക്കെ കിട്ടി. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ സ്റ്റോൺ എടുത്തേക്കാം. കാരണം നമുക്കിനിയും അയൺ കിട്ടുന്നിടാൻ വരെ സ്റ്റോണേ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റോൺ കുറച്ച് അങ്ങ് എടുത്തേക്കാം. നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ലാഗൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ നേരെ മണ്ടയ്ക്കോട്ട് കയറുവാണ്.
നമ്മൾ മണ്ടക്കോട് കയറിയപ്പോൾ തന്നെ വില്ലേജ് വരെ കണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാ? കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ ഡബ് ചെയ്യുവാണ്. അപ്പോൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട അവിടെ നമ്മുടെ ഇപ്പുറത്ത് വില്ലേജ് ഉണ്ട്. പിന്നെ ഞാൻ മറ്റേ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പം കുറേ പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ സെൻസർ സൈത്താണെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളിക്ക് എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. ഞാൻ വേണ്ടാത്ത സാധനം എല്ലാം എടുത്ത് നമ്മുടെ ഇതിലെടുത്ത് മാറ്റുവാണ്. ഇത് നമുക്ക് നേരെ എപ്പോഴാണ് നമ്മുടെ അങ്ങനെ കറങ്ങിയൊക്കെ നോക്കുമ്പോഴാണ് എന്തോ വില്ലേജ് കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ വില്ലേജ് കണ്ടത്. ഞാൻ ഓടുവാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമാണ്, നമുക്കപ്പോൾ വെള്ളത്തിൽ കൂടെ നീന്തിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ വലിയ കേവൊക്കെയാണ് ഗൈസ്. എന്ത് ചെയ്യാൻ? നമ്മൾ കണ്ട നീന്തി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളപ്പം വലിയ ഓരോ വീട്ടിലൊക്കെ കയറി ഫുഡ് വല്ലതും ഉണ്ടെങ്കിൽ ഫുഡൊക്കെ എടുത്ത് ഞാൻ നിൽക്കാൻ പോവാണ്. ഗൈസ്, ഈ ടവറിൻ്റെ പേരെന്താ അറിയാമോ? എനിക്കെൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഓരോരോ വില്ലേജിൽ കയറി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ തന്നെ തുടങ്ങാം. ഇവിടെ എന്തോ ഉണ്ട്, ഫുഡുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആപ്പിൾ എടുക്കാം. കാരണം ആപ്പിൾ കഴിച്ച് നല്ലത്. 10 ആപ്പിൾ കിട്ടി ഗൈസ്. ഈ പുള്ളിക്ക് എന്തോ ആപ്പിൾ തോട്ടമാണെന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ കിങ് ഓഫ് കൊത്തയ്ക്കകത്ത് നമ്മുടെ കൊത്തരാജു ആണെങ്കിൽ ലാസ്റ്റ് ആപ്പിൾ തോട്ടം മേടിച്ച് വരെ ഈ പുള്ളിക്ക് എന്തോ ആപ്പിൾ തോട്ടമാണെന്ന് തോന്നുന്നു. പല ഒന്നുമില്ല ഗൈസ്. ജസ്റ്റ് പോലും ഒരു കട്ടിൽ മാത്രമുണ്ട്. ഇവിടെ ഫാമൊക്കെ ഉണ്ട് ഗൈസ്. ആപ്പിളിൻ്റെ വീടിൻ്റെയൊക്കെ ഫാമുണ്ട്. സോറി ക്യാരറ്റ് തിരിഞ്ഞ്. ഇവിടെ ക്യാരറ്റിൻ്റെയും വീടിൻ്റെയൊക്കെ ഫാമൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത വീട്ടിൽ കയറാം. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വേറെ വീട്ടിലോട്ട് ഇറങ്ങാൻ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ മറ്റേ സ്മോക്കറാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സ്മോക്കറാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. മെയിനുള്ള കാര്യമൊന്നും അറിയത്തില്ല. ബേസിക്കായിട്ടൊക്കെയുള്ള കാര്യമൊക്കെ അറിയാം കുറച്ചൊക്കെ. ഇപ്പോൾ രാത്രി ആവുന്നു. അപ്പോൾ എന്തായാലും വില്ലേജ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചൊക്കെ നിർത്താം. ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിടുന്ന ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ സോംബിയാന്ന് അടിച്ചു വയ്ക്കും. ഈ വീട്ടിൽ കയറാം. ഇവിടെ വില്ലേജർ കയറുന്ന ഉറക്കമാണ്, എണ്ണീപ്പിക്കുന്നില്ല. നമുക്കപ്പോൾ ഈ ഒരു വീട്ടിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ്, എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ ബൈ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്. വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എനിക്ക് സപ്പോർട്ട് വേണം. അപ്പം ഗൈസ് ബൈ.